ഹായ് കൂട്ടുകാരെ, ഇന്നപ്പം നമുക്കൊരു കേരക്കറി കണ്ടാലോ. 1/2 കിലോ അടുത്ത് വരുന്ന കേരയാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അതിനുള്ള ചേരുവകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 1/2 കഷ്ണം സവാള, കുറച്ച് വേപ്പില, 3-4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ദശക്കട്ടിയുള്ള മീനായത് കാരണമാണ് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി എടുത്തത്. പൊതുവേ ഞാൻ വെളുത്തുള്ളി കറിയിൽ യൂസ് ചെയ്യില്ല. ഇതിന് ഞാൻ വെളുത്തുള്ളിയും ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള മസാലകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷമാണ് നമ്മൾ കറിയിലോട്ട് ഇടുക. അപ്പോൾ അതിനുള്ള എരിവെള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ ഒന്നടിച്ചിട്ട് നമുക്ക് കറിയിൽ വെക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ കറിക്ക് ആവശ്യമായ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടിയെല്ലാം നന്നായിട്ട് ചൂടായി. നമുക്കതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പൊട്ടി വരും. അപ്പോഴത്തേക്കും നമുക്ക് അതിനരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചേരുവകളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് മൊരിയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് മൊരിയാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് അരപ്പിട്ട് കൊടുക്കാം. ഓക്കെ. ആ മിക്സി കഴുകിയ വെള്ളവും കൂടി ഈ അരപ്പൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ആ കഴുകിയ വെള്ളവും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ഒരു 2 മിനിറ്റ് കിടന്നിട്ടൊന്ന് മുരിയട്ടെ. മിക്സി കഴുകിയ വെള്ളവും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. ഞാനത് വീഡിയോ പിടിക്കാൻ വിട്ടുപോയേ. ഇത് നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളിവെള്ളവും കൂടി ചൂടാക്കി നല്ല തിളപ്പിച്ച പുളിവെള്ളമാണ് ഇത്. വേണ്ട, കുടംപുളിനെയൊക്കെ ഞാൻ വേവിച്ച് വെച്ചേനെ. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചാറേ വെച്ചിട്ടുള്ളൂ. കണ്ട, നല്ല കുറുകി ചെറിയ ചാറിലിരിക്കണം ഈ കറി, എന്നാലാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മീനെല്ലാം പിറക്കിയിടണം. ഓക്കെ. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ നന്നായിട്ട്. അപ്പം മീനെല്ലാം പിറക്കിയിടാനുള്ള സമയമായി. ഇതെല്ലാം തിളച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായില്ല, അതിട്ടു. പിന്നെ നമ്മളുടെ ഈ മീനെല്ലാം നമ്മൾ പിറക്കിയിട്ടു കേട്ടോ. ഇത് വേറെ വിധത്തിൽ കറി വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആ ചെയ്യുന്ന വിധം പറയണം കേട്ടോ. അപ്പോൾ നമുക്കതുപോലെയും ചെയ്യാമല്ലോ. ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്ത രീതികളിലുമായിരിക്കുമല്ലോ കറികളൊക്കെ വെക്കുന്നത്. അപ്പോൾ നിങ്ങളും കമൻറ്റിൽ പറയണേട്ടോ കൂട്ടുകാരെ. അപ്പം ഇത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റും കൂടി ഇത് കിടന്ന് ചെറിയ തീയിൽ വെന്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് അവിടെ കിടന്ന് തിളച്ച് സെറ്റാകട്ടെ. ഇനി ലാസ്റ്റ് എങ്ങനെയായി കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ. അപ്പോൾ എൻ്റെ കറിയെല്ലാം സെറ്റായി കൂട്ടുകാരെ. ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് വരാം. ഓക്കെ, ബൈ കൂട്ടുകാരെ. സീ യു.